ഒരു സാങ്കല്പികമായ സാഹചര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റിനോട് നരേന്ദ്രമോദി ചോദിച്ചു, അല്ല ബ്രോ, നമ്മൾ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾ എന്തിനാണ് 25% താരിഫ് നമ്മുടെ ഇന്ത്യയുടെ മേൽ ഇപ്പോൾ ചുമത്തിയത്? ഞാനാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാറുണ്ട്, നിങ്ങളും പറയാറുണ്ട് വലിയ ഫ്രണ്ടാണെന്നൊക്കെ, എന്നിട്ട് എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചതെന്ന് നരേന്ദ്രമോദി ട്രംപിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞു, എൻ്റെ പൊന്നു മോദി, കാര്യമൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ F-35 തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു റീസൺ പറ അത് വാങ്ങാതിരിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇത്രയും മികച്ച 5ാം തലമുറ യുദ്ധവിമാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ പുല്ല് വിലയല്ലടോ തന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ആ റഷ്യയുടെ Su-57 ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു റീസൺ പറ ഞങ്ങളുടെ F-35 വേണ്ട എന്നുള്ളതിന്. അങ്ങനെ ഒരു റീസൺ പറഞ്ഞാൽ ഞാൻ ഈ താരിഫ് വേണമെങ്കിൽ പിൻവലിക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കാം. എന്തോ ട്രംപ് അങ്ങനെ പറഞ്ഞത് നമ്മുടെ യൂണിവേഴ്സിന് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ത്യക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു റീസൺ യൂണിവേഴ്സ് നമുക്ക് നൽകിയിരിക്കുകയാണ്, ആ പ്രപഞ്ച ശക്തി നമുക്ക് നൽകിയിരിക്കുകയാണ്. അതെന്താണെന്ന് ഇതിനോടകം പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണും. അമേരിക്ക അഭിമാനത്തോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ തലയെടുപ്പോടുകൂടി അവതരിപ്പിച്ച വലിയ ജാടയോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ ആ F-35 ഞാൻ തരാം എന്ന് പറഞ്ഞ ആ F-35 അതിലൊരെണ്ണം ഇപ്പോൾ കാലിഫോർണിയയിൽ തകർന്നു വീണിരിക്കുകയാണ്. ഇത് ഇപ്പോൾ കൺഫേം ചെയ്തൊരു വാർത്തയാണ്. ഇത് നേരത്തെ തന്നെ വന്നിരുന്നെങ്കിലും ഇങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ അത് കൺഫേം ആക്കാതെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെറുതെയും ആകാമല്ലോ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കാലിഫോർണിയയിൽ ഇങ്ങനെ ഒരു വിമാനം തകർന്നു വീണുവെന്നും പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ആ പത്രക്കുറിപ്പിൽ അവർ സമ്മതിക്കുന്നുണ്ട് പൈലറ്റ് വിജയകരമായിട്ട് രക്ഷപ്പെട്ടു. നാവികസേനയുടെ ഒരു F-35 യുദ്ധവിമാനം കാലിഫോർണിയയിലെ നേവൽ എയർ സ്റ്റേഷൻ ലെമൂറിന് സമീപത്താണ് തകർന്നു വീണത് എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടി എന്നും പറയുന്നുണ്ട്. അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ തകർന്നു വീണ F-35 യുദ്ധവിമാനം റഫ് റൈഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രൺ VF-125-ന്റേതാണെന്നാണ് ഇപ്പോൾ നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഒരു സാങ്കല്പികമായ സാഹചര്യം, ആ ഒരു സാഹചര്യം ഒരുപക്ഷെ ഇനി ഉണ്ടാവുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് പറയാൻ റീസൺസ് ഒരുപാടുണ്ട്. അതായത് നിങ്ങളുടെ F-35 ഒരു ഗുണവുമില്ലാത്ത സാധനമാണ്. നിങ്ങൾ 5ാം തലമുറ യുദ്ധവിമാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരെണ്ണം തിരുവനന്തപുരത്ത് കട്ടപ്പുറത്ത് കിടന്ന് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ എത്രത്തോളം കഞ്ഞി വെച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു F-35 തകർന്നു വീണിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാരണമാണ് പറയാനുള്ളത്? ഏകദേശം $100 മില്യൺ മുകളിൽ ചിലവ് വരുന്ന ഒരു യുദ്ധവിമാനം ഈ കേരളത്തിൽ നമ്മളെ വീടുകളിലൊക്കെ വൈകുന്നേരം ഗുഡ് നൈറ്റ് കത്തിച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൊതുക് ചത്ത് വീഴുന്നത് പോലെ ഒരു യുദ്ധവിമാനം ഇങ്ങനെ വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ച് നമ്മൾ ഇത് വാങ്ങിച്ചു വയ്ക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപിനോട് ഇനി ധൈര്യമായിട്ട് ചോദിക്കാം. അങ്ങനെ ഒരു അവസരം യൂണിവേഴ്സ് ഒരുക്കി തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇത് അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ്. ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ വീഡിയോയിലും പറഞ്ഞു, ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന്. അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുകയാണ് അവർ തകരാൻ പോകുന്നു എന്ന്. അപ്പോൾ ചോദിക്കും എപ്പോൾ തകരുമെന്ന്. അമേരിക്ക മറ്റേതെങ്കിലും ഒരു രാജ്യം തകരുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് തകർന്നു പോകുന്ന രാജ്യമല്ല. അവർ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തകർച്ച സാവകാശം മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വിച്ചിട്ട് പെട്ടെന്ന് ലൈറ്റ് കത്തുന്ന വേഗത്തിൽ സംഭവിക്കില്ല. ആ തകർച്ചയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. അമേരിക്കയുടെ വെപ്രാളം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്. അപ്പോൾ എന്താണെങ്കിലും അമേരിക്കയുടെ അഹന്ത, അവരുടെ ധാർഷ്ട്യം, ഇന്ത്യയുടെ മേൽ 25% താരിഫ് ചുമത്തി മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് ലോകം കേൾക്കുന്ന വാർത്തയാണ് F-35 യുദ്ധവിമാനം തകർന്നു വീണു എന്ന്. ഇതിൽ പരം മാനക്കേട്, ഇതിൽ പരം നാണക്കേട് അമേരിക്കയ്ക്ക് ഇനി ഉണ്ടാകാനുണ്ടോ? ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച സാധനമാണെന്നേ തകർന്നു വീണത്. ടൈറ്റാനിക് ഒരിക്കലും തകരില്ല എന്നും പറഞ്ഞുകൊണ്ട് കടലിൽ ഇറങ്ങുകയും അത് തകർന്നു പോവുകയും ചെയ്തതിന് സമാനമായിട്ട് ഏറ്റവും മികച്ചതാണ് വീണിരിക്കുന്നത്. ഏതെങ്കിലും ജാംബവാന്റെ കാലത്തുള്ള മിഗ് 21 28 29 30 അല്ല വീണത്. ഈ പറയുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റാണ് വീണിരിക്കുന്നത്. ഇതിന്റെ മാനക്കേട് വളരെ വലുതാണ്. അമേരിക്കൻ എക്കണോമി ഇത് പിടിച്ചു കുലുക്കും. അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.